പ്രവാസികൾക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലുള്ള 20 ദിവസത്തെ ഹജ്ജ് പാക്കേജ് ഒരുക്കിയിട്ടുണ്ടെന്നും 2026 ഹജ്ജ് അപേക്ഷകരിൽ കോഴിക്കോട് വിമാനത്താവളം തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കുറയുന്നുവെന്നും കേരള ഹജ്ജ് കമ്മിറ്റി അംഗം പി മുഹമ്മദ് റാഫി പറഞ്ഞു. ഹ്രസ്വ സന്ദർശനത്തിനായി UAE എത്തിയ അദ്ദേഹം അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ നടന്ന സമ്മേളനത്തിലാണ് ഹജ്ജ് ഒരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ഹജ്ജ് 2026 കേരളത്തിൽ നിന്ന് ആകെ 27,118 അപേക്ഷകൾ വന്നിട്ടുണ്ട്. ഈ 27,118 അപേക്ഷ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ വന്നൊരു വർഷമാണിത്. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നമുക്ക് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് 8,530 ഹാജിമാർ യാത്ര പോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അനുമതി നൽകിയ പ്രവാസി പാക്കേജിന് 2,910 പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇതിൽ 398 പേരെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ഈ പാക്കേജിൽ അപേക്ഷ നൽകിയ പ്രവാസികൾ ഹജ്ജ് ക്യാമ്പിന് 10 ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തേണ്ടതുണ്ട്. പാസ്പോർട്ട് സമർപ്പിക്കലിനും നാട്ടിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവാസി മുൻകാലങ്ങളിൽ 3 മാസം മുമ്പേ നാട്ടിൽ വന്ന് പാസ്പോർട്ട് രേഖകളൊക്കെ സമർപ്പിക്കേണ്ടതുണ്ടെങ്കിലും ഇപ്പോൾ അത് 2 ആഴ്ചയായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 5 ദിവസം മുമ്പേ വന്ന പ്രവാസിയെ നമുക്ക് വിസ അടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ പൈസ അടക്കുന്നവർ ഇപ്പോൾ തന്നെ അടക്കണം. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഒരു പ്രവാസി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവാസി ഒന്നാം ഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ ഡേറ്റിന് പൈസ അടക്കണം. പൈസ അടക്കാതെ ഏതൊരു ഹാജിയും ഒരു മുന്നറിയിപ്പില്ലാതെ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും താഴെ തട്ടുന്ന ആളുകൾ, അതായത് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ആളുകൾ കയറി വരുന്ന സ്ഥിതി ഉണ്ടാവും. കണ്ണൂരിൽ നിന്നും ഹജ്ജ് യാത്രികരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ അവിടെ ഹജ്ജ് ഹൌസ് നിർമ്മിക്കാൻ അനുമതി ലഭിച്ചിട്ടുമുണ്ട്. ഇതിനായി 1 ഏക്കർ സ്ഥലം അനുവദിക്കുകയും സർക്കാർ 5 കോടി രൂപ നീക്കിവെച്ചിട്ടുമുണ്ട്. ഒരു മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്റർ മാതൃകയിലായിരിക്കും ഹജ്ജ് ഹൌസ് പണിയുക. 27 കോടി രൂപയുടെ പദ്ധതിക്കായി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തുക കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി പ്രത്യേക ആപ്പും തയ്യാറാവുന്നുണ്ട്. ഈ പദ്ധതിക്കായി പ്രവാസികൾ സഹായിക്കണമെന്നും മുഹമ്മദ് റാഫി ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, അബുദാബി.